ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് കുറേ നാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കാം കേട്ടോ. കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കിടുവായിട്ടുള്ള സ്നാക്ക് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് എടുക്കണത് കേട്ടോ. ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദയാണെങ്കിലും ഉപയോഗിക്കാവുന്നതുള്ളൂ. ഗോതമ്പ് പൊടിയാകുമ്പോൾ ഒന്നും കൂടി ഹെൽത്തി ആയിട്ട് മാറുമല്ലോ. പിന്നെ ഒരു 1/4 കപ്പ് അളവിൽ റവയാണ് എടുക്കുന്നത്. വറുത്ത റവയാണെങ്കിലും കുഴപ്പമില്ല, വറുക്കാത്ത റവയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഒരു 2 ടീസ്പൂൺ അളവിൽ കറുത്ത എള്ളാണ് ഞാനിതിന് വേണ്ടിയിട്ട് എടുക്കണത് കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചതച്ച മുളക് അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ്, അതും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയോ കുറച്ചൊക്കെ എടുക്കാം. പിന്നെ കസൂരി മേത്തിയാണ് എടുക്കുന്നത്, 1 ടേബിൾ സ്പൂണോളം അളവിൽ കേട്ടോ. ഉലുവയുടെ ഉണങ്ങിയ ഇല, ഇതിലേക്ക് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് നെയ്യാണെങ്കിലും ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ. അതിനുശേഷം എല്ലാം കൂടി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കസൂരി മേത്തിയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ തന്നെ കിട്ടുന്നുണ്ടോ. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ജീരകം ചേർക്കാം. അതുപോലെ അയമോദകം കണ്ടല്ലോ, അജ്വൈൻ, അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അത് വേണമെങ്കിലും ചേർക്കാവുന്നതുള്ളൂ കേട്ടോ. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെയല്ല ഇത് കുഴച്ചെടുക്കേണ്ടത്, അതിനേക്കാളും കുറച്ചും കൂടി ടൈറ്റായിട്ട് കുറച്ച് സ്റ്റിഫായിട്ട് വേണം കുഴച്ചെടുക്കാൻ. അപ്പോൾ എപ്പോഴും വെള്ളം ഇതുപോലെ ഒന്ന് തെളിച്ച് കൊടുത്തിട്ട് കുഴച്ച് നോക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ മാറും. ഇതൊരുപാട് സോഫ്റ്റായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാക്കുമ്പോൾ സ്റ്റിക്കി ആയിട്ട് വരും, പിന്നെ നന്നായിട്ട് വരില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരട്ടെ കേട്ടോ. കണ്ടില്ലേ, ഇത്രയും മതി. കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം എനിക്ക് വേണ്ടി വന്നില്ല 2 കപ്പ് ഗോതമ്പ് പൊടിക്ക് കേട്ടോ. ഒരു 3/4 കപ്പോളം വെള്ളം മതിയായിരുന്നു. ഇനി ഇതൊരു 10 മിനിറ്റ് ഞാൻ അടച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് തുറന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇത് ചപ്പാത്തിയുടെ പോലെ അത്ര ഒരു സോഫ്റ്റ് ഡൗ അല്ല, കുറച്ച് സ്റ്റിഫാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒന്ന് പ്രഷർ കൊടുത്തിട്ട് തന്നെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കേണ്ടി വരും കേട്ടോ. ഇനി നമുക്ക് ഇതൊരു 3 ഉരുളകളായിട്ട് ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട്. നമുക്ക് എത്ര വലുപ്പത്തിൽ പരത്തിയെടുക്കണം എന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ തന്നെ വലിയ ഉരുളകളായിട്ട് ഇതുപോലെ മാറ്റിയെടുക്കാം കേട്ടോ. അതിനുശേഷം പിന്നെ ഓരോന്നും നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇനി ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ദീപാവലിയുടെ സമയത്തൊക്കെ തയ്യാറാക്കാൻ പറ്റിയ കിടുവായിട്ടുള്ളൊരു സ്നാക്ക് ഐറ്റം ആണ് കേട്ടോ ഇത്. സ്റ്റോർ ചെയ്ത് വെക്കാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ കുട്ടികൾക്ക് സ്നാക്ക് ബോക്സിലൊക്കെ സ്കൂളിലേക്കൊക്കെ കൊടുത്തേക്കാവുന്നതുള്ളൂ. ഇനി ഇതുപോലെ ഗോതമ്പ് പൊടിയിലൊന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ ഷേപ്പൊന്നും എങ്ങനെയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല, പക്ഷേ കനം കുറച്ച് പരത്തിയെടുക്കാം കേട്ടോ. ഒരുപാട് കട്ടിയിൽ പരത്തിയെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വരില്ല. കനം കുറച്ച്, അതായത് ആ ഒരു എഡ്ജസും എല്ലാവിടെയും ഒരേ തിക്നെസ് ആവണം, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമ്മളിത് കട്ട് ചെയ്തൊക്കെ എടുക്കുന്നുണ്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം പിന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഞാനിത് പരത്തി എടുത്തിരിക്കുന്നത് കേട്ടോ. എല്ലാവിടെയും ഒരുപോലെ തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത് ഒരു പിസ്സ കട്ടർ ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കത്തി വെച്ചിട്ടാണെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതുള്ളൂ. അപ്പോൾ ഞാനിതിൻ്റെ 4 വശങ്ങളും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അത് നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല, നമ്മളിപ്പോൾ വീട്ടിൽ കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഷേപ്പിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, പക്ഷേ സംഭവം നന്നായിട്ട് തന്നെ വരുന്നു മാത്രം കേട്ടോ. ഇനി ഇതുപോലെ അതായത് ചെറിയ ചെറിയ ഒരു റിബണിൻ്റെ ഷേപ്പിലാണ് ഞാനിത് കട്ട് ചെയ്ത് എടുക്കണത് കേട്ടോ. ഇതുപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ പിസ്സ കട്ടറാകുമ്പോൾ ഒന്നും കൂടി പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നുള്ളൂ. കത്തിയാണെങ്കിലും ഈസി ആയിട്ട് കട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ചിരിച്ചൊന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ്. കുറച്ച് നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുക്കണത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വലിപ്പവും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താം. അപ്പോൾ ഇത് സ്റ്റിക്കിയൊന്നുമല്ല, അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്കിതിങ്ങനെ അടർത്തി എടുക്കാവുന്നതുള്ളൂ കേട്ടോ. അത് കുഴയ്ക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റുണ്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും 2 കപ്പ് ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്ന സമയത്ത് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടെ ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ അങ്ങോട്ട് വെക്കാം കേട്ടോ. അപ്പോൾ പൊടിയൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല, സ്റ്റിക്കായിട്ടൊന്നും വരില്ല കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ എല്ലാം നമുക്ക് ഉരുട്ടി പരത്തിയൊക്കെ എടുത്ത് വയ്ക്കാം. പിന്നെ എല്ലാം ചെയ്തതിന് ശേഷം പിന്നെ എല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് ആവും, ഒരുപാട് സമയമോ കാര്യങ്ങളൊന്നും എടുക്കില്ല കേട്ടോ. അപ്പോൾ ഇതും ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ.
അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് കുക്കി കട്ടർ വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ റൗണ്ട് ഷേപ്പിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടം. എങ്ങനെയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഷേപ്പിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. പക്ഷേ ഇതൊക്കെ ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാനൊന്നും കൂടി നല്ലതായിരിക്കും. ഇതുപോലെ നീളത്തിലുള്ള കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കേട്ടോ. എല്ലാം കൂടെ നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള ഞാൻ പറഞ്ഞില്ലേ ഒരു റിബണിൻ്റെ ഒക്കെ ആ ഒരു ഷേപ്പിലാണ് ഞാനിത് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു പാനിലേക്ക് ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ കട്ട പിടിച്ച പോലെയൊക്കെ തോന്നും. പക്ഷേ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഓരോന്നുമേ വേറെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. നമുക്ക് എന്താ പറയുക, ഇത് ഫെയിൽ ആവാണ്ട് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാവുമ്പോൾ ഇത് എന്താ പറയുക പെട്ടെന്ന് തന്നെ കളറ് മാറിയിട്ട് വരും. പക്ഷേ കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് ഇളക്കി എല്ലാ ഭാഗവും ഈവനായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വരണുണ്ടോ. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അതായിരിക്കും നന്നായിട്ട് വരിക. പ്രത്യേകിച്ച് ഗോതമ്പ് പൊടിയാണല്ലോ, അപ്പോൾ കുറച്ച് സമയം എടുക്കും ഫ്രൈ ആയിട്ട് ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി എന്താ പറയുക, ഇതൊരു ടിഷ്യൂലേക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പക്ഷേ ഈ ഒരു സ്നാക്ക് എന്ന് പറയുമ്പോഴേ ഇത് അധികം എണ്ണയൊന്നും അബ്സോർബ് ചെയ്യില്ല കേട്ടോ. അത്ര ഓയിലി ആയിട്ടുള്ളൊരു സ്നാക്ക് ഐറ്റം അല്ല. അപ്പോൾ ടിഷ്യൂവിൽ ഇട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതുപോലെ കൈ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ടാൽ മതി. ഷേപ്പിലൊന്നും വലിയ വ്യത്യാസമൊന്നും വരുമൊന്നുമില്ല കേട്ടോ. ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതുള്ളൂ. അപ്പോൾ ഈ ഒരു ദീപാവലിയുടെ സമയത്തൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്ക് ഐറ്റം കൂടിയാണ്. എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കുട്ടികൾക്കാണെങ്കിലും നല്ല ഇഷ്ടമുണ്ടാകും. കുറേ ദിവസം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുള്ള വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കാലിയാവുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതേ അടുത്തതും ഇതുപോലെ തന്നെ ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു 5-6 പ്രാവശ്യമൊക്കെ ആയിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്ത് എടുത്തിരിക്കുന്നത്. അത്രയ്ക്ക് ക്വാണ്ടിറ്റി ഉണ്ടാവും. ഈ ഒരു 2 കപ്പ് ഗോതമ്പ് പൊടിയൊക്കെ എടുക്കണ സമയത്ത് കേട്ടോ. കണ്ടില്ലേ, നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്കിത് മാസങ്ങളോളം കേടുകൂടാതെ തന്നെ സൂക്ഷിച്ച് എടുക്കാനൊക്കെ പറ്റുന്നുണ്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഈ ഒരു സ്നാക്ക് നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. എന്തായാലും ഇഷ്ടമാവുന്നുണ്ടോ. അപ്പോൾ ഇതിൽ നല്ലൊരു അടിപൊളി റെസിപ്പിയുടെ നമുക്ക് വീണ്ടും കാണാം.